കുഞ്ഞുനാൾ മുതലേ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, ആ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ, അതുപോലെയാണ് ലാലേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ ലാലേട്ടനെ ഒരു പടം പൊട്ടിയെന്ന് കേൾക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഫീലിങ്സ്. ഇന്ന് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് സംസാരിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് 8 മണിക്ക് ഒരു ഫാൻ ഷോ ലാലേട്ടൻ്റെ കാണാൻ പോകുന്നത്. അത് ദൃശ്യം 3. ഒരാളുടെ റിവ്യൂ കേൾക്കാതെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി, എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഒരുപാട് ടെൻഷനോട് കൂടിയാണ് ഈ മൂവി കാണാൻ ഞാൻ രാവിലെ പോയത്. ഇന്നലെ മുതലേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും നമ്മുടെ ഈ മൂവിന്ന്. ദൃശ്യം ഒറ്റ വാക്കിൽ പറയാം, പൊളി, സൂപ്പർ. നമ്മുടെ ലാലേട്ടൻ തകർത്തഭിനയിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തിയേറ്റർ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ദൃശ്യം കാണാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ ഓയൂരിലെ MVP എന്ന തിയേറ്ററാണ്. ബാക്കിയുള്ള എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ തന്നെയായിരുന്നു കേട്ടോ. 7:30 MVP മുൻപിൽ വന്ന് കാത്തു നിൽക്കുമ്പോഴും ഒരു ടെൻഷനായിരുന്നു. കാരണം എന്താണെന്നോ, ദൃശ്യം 2 എന്നെ 2 ദിവസം വല്ലാതെ ഹോൾഡ് ചെയ്തു. എന്നെ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനെയും. അന്ന് രാത്രിയിലിരുന്ന് നെഞ്ചിടിപ്പോടെ ആ സിനിമ കണ്ടു തീർക്കുമ്പോൾ അവസാനം എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചതുപോലെയായിരുന്നു എനിക്ക് ദൃശ്യം 2. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ മാത്രമായിരുന്നു. ലാലേട്ടൻ അഭിനയിച്ച് തകർക്കുമെന്ന് ആർക്കും അറിയാത്ത അല്ലേ? ഞങ്ങളുടെ മകൻ ദേവ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് MVP-യിലാണ്. കാരണം എന്താണെന്നറിയാമോ? അവിടെ കർട്ടൻ പോകുന്ന തിയേറ്റർ എന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർട്ടൻ പോകുന്ന തിയേറ്റർ? അത് കാണണമെങ്കിൽ ഓയൂർ MVP-യിൽ തന്നെ വരണം. ഇനി ദൃശ്യം എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. കർട്ടനൊക്കെ പൊങ്ങി ഒരുപാട് പരസ്യങ്ങളൊക്കെ കഴിഞ്ഞ് ദൃശ്യം എന്ന് എഴുതി കാണിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഈ പടം 1 ഹിറ്റ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതിലെ ഒരു കാര്യങ്ങളും പുറത്തു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പേരെഴുതി കാണിച്ച ഓരോ നിമിഷവും എൻ്റെ കണ്ണുകൾ എന്തിനാണ് നനഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. അത്രയും ഫീലോടുകൂടി തന്നെയായിരുന്നു ഈ മൂവി കാണാനിരുന്നത്. വലിയ ടെൻഷൻ. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു, നിമിഷ നീ ഒട്ടും പേടിക്കണ്ട. കാരണം ഇത് ജോർജ് കുട്ടിയാണ്. ജോർജ് കുട്ടി തൻ്റെ ഫാമിലിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് നീ വിചാരിക്കുന്ന ഒരു ക്ലൈമാക്സേ ഈ സിനിമയ്ക്കുള്ളൂ. അതുകൊണ്ട് ക്ലൈമാക്സ് ഇങ്ങനെയാണ് എന്ന് നീ മനസ്സിനെ പറഞ്ഞ് തഞ്ചപ്പെടുത്തുക. അതിനുശേഷം ഈ മൂവി കാണുമെന്ന്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ? ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. ലാലേട്ടൻ, നിങ്ങൾക്ക് എന്തുമാത്രം നല്ലൊരു പിറന്നാൾ സമ്മാനമാണ് ജിത്തു സാറ് തന്നേക്കുന്നത്. എല്ലാ മൂവികളും ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ട് കാണുന്ന ഒരാളാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കരയുകയും ചിരിച്ചു കഴിഞ്ഞാൽ കൂടെ ചിരിക്കുകയും അങ്ങനെ ആ സിനിമ